الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر كان يئوسا. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളുടെ ഈ ജീവിതം. നമ്മൾ ആഗ്രഹിച്ചോ ചോദിച്ചോ ലഭിച്ചതല്ല നമ്മുടെ ഈ ജീവിതം. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച്, അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ച്, അവൻ്റെ വിധി അനുസരിച്ച് നമ്മൾ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണ് ഈ ഭൂമിയിൽ. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതിൽ പരീക്ഷണമാണ് എന്നതാണ്. ഈ പരീക്ഷണ ജീവിതത്തിലെ നേട്ടകോട്ടങ്ങൾ, വിജയവും പരാജയവും തീരുമാനിക്കുന്നത് മരണാനന്തരമുള്ള ലോകത്ത് വെച്ച് മാത്രമാണ്. ഐഹിക ജീവിതത്തിലെ ഈ നേട്ടവും കോട്ടവും വിലയിരുത്തി അത് നഷ്ടമല്ല നേട്ടമാണ് എന്ന് തീരുമാനം വരുന്നത് മരണത്തിനപ്പുറമുള്ള ആ ലോകത്തെ വിചാരണയിൽ മാത്രമാണ്. ആ ലോകത്തേക്ക് വേണ്ടിയാണ് മനുഷ്യൻ തൻ്റെ ഈ ജീവിതം ക്രമീകരിക്കേണ്ടത്, ചിട്ടപ്പെടുത്തേണ്ടത് എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പ്രശ്നം, മനുഷ്യൻ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കാതെ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ തോന്നുന്ന സമയത്ത് ജീവിതം അവസാനിപ്പിക്കുക, ആത്മഹത്യകളിലൂടെ സ്വയം ജീവിതം അവസാനിപ്പിക്കുക എന്നത് ഒരു ഗൗരവമുള്ള വിഷയമായി കാണാതെ പരക്കെ വ്യാപിച്ചു കിടക്കുന്നൊരവസ്ഥ നമ്മൾ കാണുകയാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിലല്ല, ഇന്ത്യയിലുമല്ല, ലോകത്ത് തന്നെ പല വികസിത രാഷ്ട്രങ്ങളിലടക്കം ഈ തരത്തിലുള്ളൊരു പ്രവണത വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യുവാക്കൾ, യുവതികൾ, വലിയ മുതിർന്ന പൗരന്മാർ, വലിയ മഹാന്മാരെന്ന് വാഴ്ത്തപ്പെടുന്ന, പല നിലക്കും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ
ഇങ്ങനെ പല തലങ്ങളിലുമുള്ള ആളുകൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വളരെ പെട്ടെന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. അത് നമ്മുടെ മീഡിയകൾ, ഇപ്പോഴത്തെ ഒരു പ്രവണത, നമ്മുടെ മീഡിയകൾ മുഴുവനും അത് ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് ഒരാഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ എല്ലാ മീഡിയകളിലും ഇത്തരം ഒരു ആത്മഹത്യയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളും കോളിളക്കങ്ങളും ഒക്കെ നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നത്? ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ജീവിതം അവസാനിപ്പിക്കുക, അതിനവൻ്റെ കൈവശമുള്ള തന്ത്രമേതാണോ മാർഗമേതാണോ അത് സ്വീകരിക്കുക. ആരോടും മിണ്ടാതെയും മിണ്ടിയുമൊക്കെ താൻ ജീവിതം അവസാനിപ്പിക്കുന്നു, കുറിപ്പുകൾ എഴുതി വെക്കുന്നു, അവസാനിപ്പിക്കുന്നു. വലിയ കോടീശ്വരന്മാർ, പരകോടീശ്വരന്മാർ, അതിസമ്പന്നർ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാരണം മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് വിവേകം കാണിക്കാത്ത, പക്വത കാണിക്കാത്ത നമ്മുടെ യുവതലമുറ മനസ്സിലാക്കി വെക്കുന്നത്, ജീവിതം അവസാനിപ്പിക്കുക, ദുനിയാവിലെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കുമായി ജീവിതം അവസാനിച്ചു, സമാപിച്ചു എന്നാണ്. ഇതൊരു മൂഢധാരണ, തെറ്റിദ്ധാരണയാണ്. ആളുകളുടെ ധാരണ ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എല്ലാം ശുഭമായി പര്യവസാനിച്ചു എന്ന തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകൾ ഈ ആത്മഹത്യകളിലേക്ക് ചെന്ന് പതിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ആത്മഹത്യാ ചർച്ച നമ്മളെല്ലാവരും കണ്ടതാണ്. പരകോടീശ്വരനാണ്. ലോകത്തെ ഏറ്റവും അധികം വിലപിടിപ്പുള്ള 3-4 വാഹനങ്ങളിൽ ഒന്ന് സ്വന്തമാക്കിയ തരത്തിൽ വാഹനങ്ങൾ സ്വന്തമാക്കിയ ആള്, ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സിറ്റികളിൽ ലക്ഷറി ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെച്ച വീടുകൾ എല്ലാമുള്ള മനുഷ്യൻ, വലിയ അതിസമ്പന്നനായ മനുഷ്യൻ ഒരു നിമിഷം ജീവിതം അവസാനിപ്പിക്കുക എന്തിനാണെന്ന് അറിയുന്നില്ല. നമുക്ക് ലോകത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹിറ്റ്ലർ നമ്മൾ കേട്ടതാണ്. ലോകം കൈയടക്കി ഭരിക്കാൻ വേണ്ടി ഒരുപാട് യുദ്ധങ്ങളും കൊലപാതകങ്ങളും നടത്തി ക്രൂരൻ എന്നൊക്കെ എല്ലാവരും വിലയിരുത്തുന്നത്. അവസാനം അദ്ദേഹം തോക്കുപയോഗിച്ച് സ്വന്തം തലക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, വലിയ മഹാന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ. നക്സൽ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പശ്ചിമ ബംഗാൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അത് സ്ഥാപിച്ച വ്യക്തി, അത് ഉണ്ടാക്കിയ വ്യക്തി, വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാറില്ല. നമുക്ക് കല്യാണം കഴിക്കാതെ, മക്കളില്ലാതെ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ ജീവിതത്തെ പറ്റി ശൂന്യത അനുഭവപ്പെടുന്നു. ഇനി എന്തിനാ ജീവിക്കുന്നത്? ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ആരോഗ്യമില്ല, മക്കളില്ല, ഭാര്യയല്ല, ഇനി എന്ത് പിടിച്ചു നിൽക്കാനാ ഇവിടെ? ഇനി ഒരു യുവത്വം തിരിച്ചു വരില്ല, വൈദ്യശാസ്ത്രത്തിന് അതിന് സാധിക്കില്ല. പിന്നെന്താ പരിഹാരം? ആത്മഹത്യ ചെയ്യുക. നിങ്ങൾക്ക് ആളുകൾക്ക് ഇതൊരു വളരെ നിസ്സാരമായൊരു കാര്യം, ജീവിതം അവസാനിപ്പിക്കുക, സ്വാഭാവികമായ മരണത്തിന് വിട്ടുകൊടുക്കാതെ കൃത്രിമമായിട്ട് ജീവിതം അവസാനിപ്പിക്കുക. ഇത് മാനസികമായൊരു താളം തെറ്റലാണ്. പക്വമായ മനസ്സല്ല ഇത്. സമാധാനമുള്ള മനസ്സിന്റെ ഉടമകളല്ല, പക്വമായ മനസ്സല്ല. ചില ആളുകളൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുള്ളത്, ഈ ആത്മഹത്യ പ്രവണത ഇങ്ങനെ വളർന്നു വരുമ്പോൾ മീഡിയകളൊക്കെ കൊട്ടിഘോഷിച്ച് വലിയ സംഭവമാക്കി മാറ്റുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ യുവാക്കളുടെ മനസ്സിലൊക്കെ ഇതെന്തോ ഒരു വളരെ കേമമായൊരു പ്രവർത്തനമാണ് എന്ന് തോന്നിപ്പിക്കുകയാണ്. ചില ആളുകളൊക്കെ ധരിക്കുന്നത് ഇതൊരു ധീരകൃത്യമാണ് എന്നാണ്. നമ്മുടെ യുവാക്കളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു ധീരകൃത്യമാണ് എന്നാണ്. കാരണം ഞാൻ ആ പ്രശ്നത്തിന്റെ മുമ്പിൽ ധീരമായി ജീവൻ അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ധീരകൃത്യമായിട്ട് ചിത്രീകരിക്കുകയാണ്. സത്യത്തിൽ ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങളുടെ മുമ്പിൽ ജീവിത രംഗത്ത് മുഴുവൻ ആയുധങ്ങളും വെച്ച് കീഴടങ്ങി ഒന്നിനും പറ്റാത്തവനായി മാറി
ജീവിതത്തിന്റെ മുമ്പിൽ സർവ്വ ആയുധങ്ങളും വെച്ച് കീഴടങ്ങി ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ധീരത എന്താണ്? നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുക, ജീവിതത്തോട് പ്രശ്നങ്ങളെ അതിജയിച്ചു പോവുക, കവച്ചു വെച്ച് കടന്നു പോവുക ജീവിതത്തിൽ. ആ ധീരതയാണ് യഥാർത്ഥത്തിൽ ധീരത. അതാണ് മനുഷ്യ ജീവിതം. അതിന് തയ്യാറില്ലാതെ മുഴുവൻ ആയുധങ്ങളും കീഴടക്കി വെച്ച് ജീവിതം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്മാർ, ഇത് ദാരിദ്ര്യം കൊണ്ട് സംഭവിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല സംഗതികളും ഏതെങ്കിലും പ്രണയക്കുരുക്കിൽപ്പെട്ട്, അതൊരു കുരുക്കാണ്, യുവാക്കളൊക്കെ ആ കുരുക്കിൽ ചെന്ന് ചാടുകയാണ്. ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രലോഭനത്തിന് വഴങ്ങി മറ്റേ കക്ഷി അതിൽ പെടുന്നു. അതിൽ നിന്ന് വേറിടാൻ കഴിയാതെ, ഊരാ കുടുക്കിൽ രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത വിധം. അവസാനം പിന്നെ എന്താ പരിഹാരം? ആത്മജീവൻ അവസാനിപ്പിക്കുക. ഒരു കക്ഷി അവസാനിപ്പിക്കും, രണ്ടുപേരും അവസാനിപ്പിക്കും, രണ്ടുപേരും അവസാനിപ്പിക്കാം എന്ന് ഒന്നിച്ചു പറഞ്ഞ് ഒരാളൊക്കെ പറ്റിച്ച് മറ്റേയാളെ അവസാനിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നമുക്ക് ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം 2 ആഴ്ചക്കിടയിൽ നമ്മൾ കേട്ടതാണ്, ബസ്സിൽ വെച്ച് ഒരു സെൽഫി എടുത്തതിന്റെ കേസിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ചു, ഒരു നിലയും വിലയില്ലാത്ത ജീവൻ, ഒരു നിലയുമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ജീവൻ അവസാനിപ്പിക്കുക മനുഷ്യന്മാർ. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഈ സാധുക്കളായ ആളുകൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രമാണെന്നല്ല. നമുക്കിതിന് ഔദ്യോഗികമായ ചില കണക്കുകളുണ്ട്. കഴിഞ്ഞ വർഷം 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഏറ്റവും അധികം ലോകത്തധികം സന്തോഷമുള്ള ഹാപ്പിയായി ജീവിക്കുന്ന ആളുകളുടെ ലിസ്റ്റ്, അതൊക്കെ അവർക്ക് ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ആ സംഘം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 1ാമത്തെ രാജ്യം ആരാണെന്ന് അറിയുന്നത്? ഫിൻലാൻഡാണ്. യൂറോപ്യൻ ആ ഭാഗത്തുള്ള രാജ്യങ്ങളാണ് മുഴുവൻ. 2ാമത്തെ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, ഇങ്ങനെ കുറെ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഏറ്റവും സുഭിക്ഷമായി ആഹരിക്കാൻ കഴിയുന്നവരാണ്. നല്ല ആധുനിക ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ ഉള്ളവരാണ്. അവരാണ് ഏറ്റവും അധികം ഹാപ്പിനെസ് ഉള്ള ആളുകൾ എന്നാണ് ആ സംഘം വിലയിരുത്തി ലോകാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷത്തെ കണക്ക്. അവിടുത്തെ ആത്മഹത്യയുടെ കണക്കെത്രയാണ് നിങ്ങൾ? 13.4%. ഏറ്റവും ഹാപ്പിനെസ്സിൽ ജീവിക്കുന്ന ആളുകളുടെ ആത്മഹത്യാ നിരക്ക് 13.4. ബാക്കി സംഘടനകളും അങ്ങനെ തന്നെ. വേറെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, OECD എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക്സ് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ സംഘം ലോകത്തെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ പണി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ആ വികസിത രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസാണ് അധികം വരുന്നത്. ആ രാജ്യങ്ങൾ മാത്രം ഒത്തൊരുമിച്ച് നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അവിടെ ഏറ്റവും സുഭിക്ഷത വീണ്ടും വീണ്ടും വരുത്തുക എന്നാണ്. ആ നാട്ടിലെ ആത്മഹത്യയുടെ കണക്കെത്രയാണ് നിങ്ങൾ? 12.45%. ഏറ്റവും വികസിത രാജ്യങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്. ഇനി ഇതൊന്നുമില്ലാത്ത രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യ. ഇപ്പോഴും നമ്മളുടെ ആളുകൾ അതിന് വിലയിരുത്താറുള്ള 6ാം നൂറ്റാണ്ടിലാണ് എന്നാണ്. അവരുടെ വേഷം അങ്ങനെയാണ്, ഭാവം അങ്ങനെയാണ്, പെരുമാറ്റവും വിശ്വാസവും അങ്ങനെ 6ാം നൂറ്റാണ്ടിലുള്ള ആളുകളാണ്. അവർക്കൊരു പുരോഗതിയില്ല, ശാസ്ത്രമില്ല, കഴിവില്ല എന്നൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നു. മതത്തിന്റെ ആളുകളാണെന്ന്. അവിടുത്തെ ആത്മഹത്യാ നിരക്ക് എങ്ങനെയാണ് നിങ്ങൾ? 0.95. 1% പോലും കുത്തുന്നില്ല. 0-ലും താഴെ, 1-ലും താഴെ. എന്താ ഇതിന് കാരണം? ഈ കാരണമാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.